അധ്യാപകരാകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. പ്രൈമറി വിദ്യാഭ്യാസ തലത്തിൽ ബ്രൂണറുടെയും വൈഗോട്സ്കിയുടെയൊക്കെ ചിന്താധാരകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്കുള്ളത് നോം ചോംസ്കിയെക്കുറിച്ചാണ്. ആരാ നോം ചോംസ്കി? നമ്മൾ OMR എക്സാമിനൊക്കെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലേ? ആരാണ്? ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവാണ് നോം ചോംസ്കി അല്ലേ? ചിലപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഷാ അധ്യാപകൻ ആരെങ്കിലുമാണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം അല്ലേ? ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവൻ. ഭാഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നോം ചോംസ്കിയാണ് ആദ്യം മനസ്സിൽ എത്തേണ്ടത്. യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം ഭാഷാ വികസനത്തിൽ മുന്നോട്ട് വെച്ചത് ആരാണ്? അതും നോം ചോംസ്കി തന്നെയാണ് അല്ലേ? യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തവും കൊണ്ടുവന്നത് നോം ചോംസ്കി തന്നെയാണ്. നോം ചോംസ്കി എന്താണ് അഭിപ്രായപ്പെട്ടത്? മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടെയാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് നോം ചോംസ്കി അല്ലേ? അതായത് മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടു കൂടിയാണ്. അതായത് ജനിക്കുമ്പോൾ തന്നെ കുട്ടിയിൽ ഭാഷകൾ പ്രയോഗിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു ഭാഷ അവനിൽ അന്തർലീനമായിരിക്കുന്നു എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് നോം ചോംസ്കി അല്ലേ? അതായത് മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായിട്ടുള്ള ഒരു ഭാഷ അല്ലെങ്കിൽ വ്യാകരണം ഉണ്ട് എന്ന ആശയം പറഞ്ഞതും നോം ചോംസ്കി തന്നെയാണ്. അപ്പം നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പം അല്ലെങ്കിൽ LP-UP വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം ഭാഷ, വ്യാകരണം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം എത്തേണ്ട വ്യക്തി നോം ചോംസ്കിയാണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടിയുടെ ഭാഷാ വികസനം അത് ഏത് സംസ്കാരത്തിലായിരുന്നാലും, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റു പുറത്തെവിടെ അത് എന്നതൊന്നുമില്ല, ഏത് സംസ്കാരത്തിലാണ് എങ്കിലും അത് നടക്കുന്നത് ഒരേ രീതിയിലായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടതും നോം ചോംസ്കി തന്നെയാണ്. അതായത് കുട്ടിയുടെ ഭാഷാ വികസനം അവൻ ഇന്ന സ്ഥലത്ത് ജനിച്ചു അല്ലെങ്കിൽ ഇന്ന പാരൻറ്റിൻ്റെ ശിക്ഷണത്തിലാണ് എന്നുള്ളതല്ല, ഏത് സംസ്കാരത്തിലായിരുന്നാലും ഭാഷയുടെ വികാസം ഓരോ കുട്ടിയിൽ നടക്കുന്നതും അത് ഒരേ തരത്തിലായിരിക്കും എന്ന് പറഞ്ഞതും നോം ചോംസ്കി തന്നെയാണ്. അപ്പോൾ അധ്യാപകരായ നമ്മുടെ കടമ എന്താണ്? ഭാഷയുടെ ഒരു രൂപം കുട്ടിയുടെ മസ്തിഷ്കത്തിലുണ്ടല്ലേ, അവൻ്റെ തലച്ചോറിനകത്ത്. അപ്പോൾ ജന്മസിദ്ധമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവൻ പഠിക്കാനായിട്ട് പ്രൈമറി തലത്തിലോ പ്രീ പ്രൈമറി തലത്തിലോ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ മനസ്സിൽ എന്തുണ്ട്? ഭാഷയുടെ ഒരു പ്രാഗ്രൂപമുണ്ട് അല്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഭാഷ നിർമ്മിച്ചെടുക്കാൻ കുട്ടിയെ നമ്മൾ പ്രാപ്തരാക്കേണ്ടതാണ് ചെയ്യേണ്ടത്. അവൻ്റെ മനസ്സിലുള്ള ആ ഭാഷയുടെ ആ രൂപത്തെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെ വികസിപ്പിച്ച് ഭാഷ കൈകാര്യം ചെയ്യാനായിട്ട് അവനെ പ്രാപ്തനാക്കുകയാണ് ഒരു അധ്യാപകൻ്റെ ചുമതല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും അല്ലേ? ഭാഷയുടെ ജ്ഞാനം കുട്ടിയിൽ വളർത്താൻ നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കൊടുക്കാൻ കഴിയുക ഒരു പ്രൈമറി ക്ലാസ്സിൽ? നമുക്കിപ്പോൾ പ്രൈമറി പഠിക്കുന്ന ഒരു കുട്ടി, ഇപ്പോൾ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ടെക്സ്റ്റ് എടുത്തു വെച്ച് അവന് അക്ഷരങ്ങളൊക്കെ പഠിച്ചു വരും, പക്ഷേ ആ സെൻറ്റൻസ് ഒന്നും കൂട്ടി വായിക്കാറായിട്ടില്ല അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കവന് കൊടുക്കാൻ പറ്റുന്ന ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് സംഭാഷണം തന്നെയാണ്. ഓരോ കുട്ടിയോടും അധ്യാപകൻ സംസാരിച്ച് അവൻ്റെ ഭാഷ അങ്ങനെ കുറേശ്ശെയായിട്ട് ആശയവിനിമയം നടത്തുന്നതിലൂടെ ഒന്നാമത്തെ ഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭാഷാജ്ഞാനം വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തത് സംഭാഷണം, കുട്ടികൾ തമ്മിൽ പരസ്പരമുള്ള സംസാരം. ഇപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസൊക്കെ കൊടുക്കുമ്പോൾ അവർ തമ്മിലുള്ള ഡിസ്കസ് ചെയ്യാൻ പറയുക അല്ലെ, ചർച്ച ചെയ്ത് അതിലുരുത്തിരിഞ്ഞ ആശയങ്ങൾ പറയാൻ നമുക്ക് പറയാം. അതുപോലെ തന്നെ ക്ലാസ്സിൽ ചെറിയ രീതിയിലുള്ള സംവാദം പോലെയുള്ള സംഭവങ്ങൾ നടത്താം. അവർക്ക് ഒരു വിഷയം കൊടുത്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറയാം. അതുപോലെ തന്നെ ഒരു കഥ കൊടുത്തിട്ട് ആ കഥയെ മനോഹരമായിട്ടൊന്ന് അവതരിപ്പിക്കാൻ പറഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും? അതവർ അവതരിപ്പിക്കും അല്ലേ? പിന്നെ കവിത ആലാപനം കൊടുക്കാം. ഒരു കവിത അധ്യാപിക പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക, അതിനെ തിരിച്ച് കുട്ടിയോട് എന്ത് ചെയ്യാൻ പറയുക? അതേ താളത്തിലും ഈണത്തിലുമൊക്കെ ഉച്ചാരണ ശുദ്ധിയോടെ അവതരിപ്പിക്കാൻ പറയാം. അതുപോലെ തന്നെ കുട്ടികളോട് അവർ യാത്ര പോയ അനുഭവങ്ങൾ, വീട്ടിലെ സാഹചര്യങ്ങൾ അല്ലേ, അച്ഛനെയും അമ്മയെയും കുറിച്ച് ബന്ധുക്കളെക്കുറിച്ചൊക്കെ നമുക്ക് അവരുടെ അനുഭവങ്ങൾ വിവരിക്കാൻ പറയാം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈമറി തലത്തിലെ കുട്ടികൾക്ക് അവസരങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ കുട്ടി സാധാരണയായിട്ട് എന്ത് ചെയ്യും? ഭാഷ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് കഴിയും. അപ്പോൾ നോം ചോംസ്കിയെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവ്, യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം ഭാഷാ വികസനത്തിന് മുന്നോട്ട് വെച്ച വ്യക്തി, ഭാഷാ വ്യാകരണമുണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അത്രയും നമ്മൾ നോം ചോംസ്കിയെക്കുറിച്ച് പഠിച്ചു അല്ലേ? പിന്നെ പ്രൈമറി തലത്തിൽ കുട്ടികൾക്ക് ഭാഷാജ്ഞാനം വളർത്തുന്നതിനുള്ള കാര്യങ്ങൾ അത്രയും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
അടുത്ത ടോപ്പിക്കിലോട്ട് പോയാലോ? ആരാണ് ഈ അസാമാന്യ കുട്ടികൾ അല്ലെങ്കിൽ എക്സെപ്ഷണൽ ചിൽഡ്രൻ ആരാണ്? സാധാരണ ശിശുക്കളിൽ നിന്ന് പ്രസ്തവ്യമാംവിധം വേറിട്ട് നിൽക്കുന്ന കുട്ടികളെയാണ് അസാമാന്യ വിഭാഗത്തിൽപ്പെട്ടവരെന്ന് പറയുന്നത് അല്ലേ. എന്ന് വെച്ചാൽ സാധാരണ കുട്ടികളിൽ നിന്നും എന്താണ് ബുദ്ധിപരമായിട്ടായിരുന്നാലും മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരുന്നാലും അവരെന്ത് ചെയ്യും? വേറിട്ട് നിൽക്കുന്ന പ്രവണതക്കാരാണ്. അവർ ആരൊക്കെയാണെന്ന് നോക്കിയാലോ? ആരൊക്കെയാണ് ഈ അസാധാരണ കുട്ടികൾ? ഇപ്പോൾ ക്ലാസ്സൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളെ ക്ലാസ്സിൽ അസാമാന്യരായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ എക്സെപ്ഷണൽ ചിൽഡ്രൻ ഉണ്ട്, അപ്പോൾ അവരെ നമുക്ക് എങ്ങനെ പരിഗണിക്കാം എന്നുള്ളൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുള്ളതാണ്. ഇതിനു മുന്നേ ഉള്ള ഇൻ്റർവ്യൂവിനൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അസാധാരണമായിട്ടുള്ള കുട്ടികൾ ആരൊക്കെയെന്ന് നോക്കിയാലോ? ക്ലാസ്സിൽ പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികളുണ്ടാവും അല്ലേ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ. അവർ അസാധാരണ കുട്ടികളാണ്. പിന്നെയോ സർഗപരതയുള്ള കുട്ടികളുണ്ടാവും, ക്രിയേറ്റീവായിട്ടുള്ള കുട്ടികളുണ്ടാവും. പിന്നെയോ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ. അതിൽ തന്നെ മന്ദപഠിതാക്കളുണ്ടാവും. പിന്നെ ശേഷിക്കൊത്ത നേട്ടം കൈവരിക്കാത്തവർ അല്ലേ. നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ ഒരു ആശയം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ അത് മനസ്സിലാക്കി എടുക്കണമെന്നില്ല. ചിലരെന്ത് ചെയ്യും? ആ നേട്ടം, ആ ശേഷി അവർക്ക് കുറവായിരിക്കും. അവരെന്ത് ചെയ്യും? നമ്മൾ കുറച്ചുകൂടെ ആശയങ്ങളൊക്കെ പറഞ്ഞ് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലേ അവർക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. അതുപോലെ തന്നെ മാനസിക മാന്ദ്യമുള്ള കുട്ടികളുണ്ടാവും, ശാരീരിക വൈകല്യമുള്ള കുട്ടികളുണ്ടാവും അല്ലേ. സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള കുറ്റവാസനയുള്ള കുട്ടികളുണ്ടാവും. ഇവരെല്ലാവരും അസാമാന്യ കുട്ടികളാണ് അല്ലെങ്കിൽ എക്സെപ്ഷണൽ ചിൽഡ്രൻ ആണ്. ഈ പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികൾ നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ അത്തരത്തിലുള്ള കുട്ടികളും ഉണ്ടാവും അല്ലേ. അവരാരാണ്? സാധാരണഗതിയിൽ നമുക്കറിയാം, അത് IQ ലെവല് എത്ര? 135 കൂടുതൽ ലെവല് ഉള്ള കുട്ടികളാണ് നമ്മൾ ഈ പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികളെന്ന് പറയുന്നതല്ലേ. അവരുടെ പ്രത്യേകത എന്താണ്? നമുക്ക് തന്നെ അറിയാം. അതൊക്കെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതിസാമർഥ്യത്തിലുള്ള ബുദ്ധി വൈദഗ്ധ്യം കാണിക്കുന്നതിനുമൊക്കെ അവർ മിടുക്കരായിരിക്കും അല്ലേ, പ്രതിഭാസമ്പന്നരായിട്ടുള്ള കുട്ടികൾ. അതുപോലെ തന്നെ സർഗപരതയുള്ള കുട്ടികൾക്ക് എന്താണ് പ്രത്യേകത? അവർക്ക് ഓരോന്നും ക്രിയേറ്റീവായിട്ടുള്ള സൃഷ്ടിക്കാനും കണ്ടുപിടിക്കാനും ആശയമോ വസ്തുതയോ അവതരിപ്പിക്കാനുള്ള ശേഷി, പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ നിർമ്മിച്ചെടുക്കുക, ചിന്താശേഷി കൂടുതലായിരിക്കും അവർക്ക്. അങ്ങനെയുള്ള കുട്ടികളാണ് സർഗപരതയുള്ള ശിശുക്കൾ അല്ലേ. പിന്നെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ മന്ദപഠിതാക്കൾ നമുക്കറിയാമല്ലോ, അവരുടെ IQ ലെവലൊക്കെ 70 മുകളിലാണെങ്കിലും മറ്റു കുട്ടികളെ അപേക്ഷിച്ചിട്ട് അവരെന്തിനാ IQ ലെവൽ 70 മുകളിലൊക്കെ ആയിരിക്കും, പക്ഷെ അവർ മന്ദപഠിതാക്കളായിരിക്കും അല്ലേ. ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് മനസ്സിലാക്കി എടുക്കാൻ അവർക്ക് കുറച്ചൊരു താമസമുണ്ടായിരിക്കും. ഇനി IQ ലെവൽ 70 താഴെയുള്ള കുട്ടികളെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? മാനസികമായിട്ട് മാന്ദ്യമുള്ള കുട്ടികളെന്നോ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? വിശേഷിപ്പിക്കാറുള്ളത് അല്ലേ. അതുപോലെ തന്നെ ശാരീരികമായി എന്തെങ്കിലും അപര്യാപ്തത ഉള്ള കുട്ടികളോ പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മളെന്തായാലും നിയന്ത്രിക്കാൻ നിർബന്ധിതരാകുന്ന കുട്ടികളുണ്ട് അല്ലേ. ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകുന്ന കുട്ടികളുണ്ട്. അവരാണ് ഈ ശാരീരിക വൈകല്യമുള്ള കുട്ടികളെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ 2 ക്ലാസ്സും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവരെന്ത് ചെയ്യുക? അതുകൂടെ ഒന്ന് കാണുക, കുറച്ച് ഫലപ്രദമായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടെ ഒന്ന് ചെയ്തേക്കണേ. അടുത്തിന് നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ടോപ്പിക്കിലോട്ട് പോവാം അല്ലേ. ഇപ്പോൾ LP UPക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഇതെന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. നമുക്കിനി ആ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ TV-യിലും പത്രത്തിലുമൊക്കെ ബഡ്ജറ്റ് അവതരണത്തിനെക്കുറിച്ച് കണ്ടായിരുന്നു അല്ലേ. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമനാണ് കേട്ടോ 2025-26 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അറിയാം നമുക്ക്. ഫിനാൻസ് മിനിസ്റ്ററായ ആരാണ്? നിർമ്മല സീതാരാമൻ. എന്താണ് ബഡ്ജറ്റ്? നമുക്കറിയായിരിക്കും അല്ലേ. ഒരു നിശ്ചിത പീരീഡിനകത്തുള്ള വരവ് ചിലവ് കണക്കുകളുടെ ഒരു പ്ലാൻ, ആസൂത്രണമാണ്. അതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം. അതാണ് ബഡ്ജറ്റ്. ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന 8ാമത്തെ ബഡ്ജറ്റാണ് ഇപ്പോൾ നടന്നത്. അതുകൊണ്ട് തന്നെ നിർമ്മല സീതാരാമന് അങ്ങനെ ഒരു റെക്കോർഡ് കൂടെ ഉണ്ട് കേട്ടോ. തുടർച്ചയായിട്ട് 8 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചു എന്നുള്ള, ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചു എന്നുള്ള റെക്കോർഡും ആർക്ക് തന്നെയാണ്? നിർമ്മല സീതാരാമന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. എങ്കിൽ പിന്നെ ഇതിന് തൊട്ട് മുന്നേ 7 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചത് ആരായിരുന്നു? നെഹ്റു മിനിസ്ട്രിയിലെ CD
ദേശ്മുഖ് ആയിരുന്നു കേട്ടോ ആ ഒരു വ്യക്തി. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, GK അല്ലേ, പഠിച്ചിരിക്കുന്നത് കൊണ്ട് ഗുണം ചെയ്യും. അപ്പോൾ തൊട്ട് മുന്നേ 7 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചത് CD ദേശ്മുഖ് ആയിരുന്നേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അല്ലേ. അപ്പോൾ തൊട്ട് മുന്നേയുള്ള ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആരൊക്കെയാണെന്നുള്ളൊരു ചോദ്യം വന്നാലോ? അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നോക്കാം. ആരൊക്കെയാണ്? P ചിദംബരം, അരുൺ ജെയ്റ്റ്ലി, നിർമ്മല സീതാരാമൻ. ആ ഒരു കണ്ടിന്യൂഷൻ ഒന്ന് ഓർത്ത് വയ്ക്കണേ. P ചിദംബരം, അരുൺ ജെയ്റ്റ്ലി, നിർമ്മല സീതാരാമൻ. പിന്നെ ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ പത്രത്തിലും TV യിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടു അല്ലേ. 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല എന്നും, കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ വായ്പാ പരിധി 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷം വരെ ആക്കി എന്നുള്ളതും, വില കുറയുന്ന ചില സാധനങ്ങൾ എന്തൊക്കെയാണ്, വില കൂടുന്നവ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ജസ്റ്റ് ഒന്നല്ലേ. അപൂർവ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ, ജീവൽ രക്ഷാ മരുന്നുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, LCD TV, മൊബൈൽ ഫോൺ, ഇതിൻ്റെയൊക്കെ വില കുറയുന്നവയാണ്. പിന്നെ കൂടുന്നത് എന്താണ്? PVC ഫ്ലെക്സ് ബാനർ, ഇറക്കുമതി ചെരുപ്പ്, നീറ്റ് വെയർ തുണിത്തരങ്ങൾ, ഇവയുടെയൊക്കെ വില കൂടുന്നു എന്നുള്ളത് അതൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ കണ്ട കാര്യങ്ങളാണ്. ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി വന്ന് സംശയം ചോദിച്ചാലും നമുക്കത് പറഞ്ഞു കൊടുക്കാമല്ലോ. അതുപോലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചതും നിർമ്മല സീതാരാമൻ തന്നെയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചത് മനസ്സിലായിട്ടുണ്ടാവും. നന്നായിട്ട് കേട്ട് പഠിക്കുക, എഴുതിയൊന്നും വയ്ക്കേണ്ടത് കേട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരുമെന്ന് നിസ്സംശയം തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നോം ചോംസ്കിയെക്കുറിച്ച് പഠിച്ചു, ഭാഷയെക്കുറിച്ച് പഠിച്ചു, അസാമാന്യരായിട്ടുള്ള കുട്ടികളാരെന്ന് പഠിച്ചു, നമ്മുടെ ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന ബഡ്ജറ്റിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. ഒരിക്കൽ കൂടെ പറയാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.